നമ്മളിപ്പോൾ ഉള്ളത് ഒരു പാലത്തിൻ്റെ മുകളിലാണ്. ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഹൈവേയിൽ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ പാലം ഇത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ എണീച്ച് നല്ല ഉറക്കം കിട്ടി. നല്ല തണുപ്പും കാര്യങ്ങളിലും തന്നെ. ബാക്കിൽ ഫോറസ്റ്റിലാണ്, നല്ല തണുപ്പാണ്. ഇവിടുന്ന് ഇറങ്ങാൻ പോകാം. ഏകദേശം ഒരു 9 മണിയായി. ഭയങ്കര വെയിലാണ്. ബ്രോയും ഇന്നലെ നമ്മളൊപ്പം തന്നെ വീട് ഉണ്ടായില്ലേ. ഇവിടുന്ന് ഇറങ്ങലായി. താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ദ സ്പോട്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങലായി. സൈക്കിളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇപ്പം ഇറക്കും, 5 മിനിറ്റ് കൊണ്ട് ഇറക്കും. അത് ഞാൻ എല്ലാം പാക്ക് ചെയ്യട്ടെ. അങ്ങനെ നമ്മളെല്ലാം റെഡിയായി ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മൾ ബ്രോ അവിടെയുണ്ട്, സൈക്കിളെല്ലാം സെറ്റായി. എൻ്റെ സൈക്കിൾ ഇവിടെയുണ്ട്, പോകാൻ നോക്കാണ്. അപ്പോൾ നല്ല ചൂടാണ്. എത്ര കിലോമീറ്റർ ആവും എന്നറിയില്ല. ഒരു 50 കിലോമീറ്റർ നിന്ന് പേടിക്കണം എന്നാണ് ആഗ്രഹം. പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. बाय बाय फोटो काढून घेतात बाय बाय. दिलं नाही पुढे येवा. ഇവരിങ്ങനെ നടക്കുന്നതാണ് എന്ത് രസമാണെന്ന് അറിയോ. അങ്ങനെ അവർ അങ്ങെത്തുന്ന നമ്മൾ നോക്കിയെന്ന് അവിടെ. നമ്മളിപ്പോൾ ഏകദേശം എന്താ പറയുക, രത്നഗിരി എത്താറായി. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് മാങ്ങയാണ്. മാങ്ങത്തോട്ടാണ് ഈ കാണുന്നത് മൊത്തം. അങ്ങനെ രാജ്പൂർ എത്തി. ഇനി പോകുന്നത് മുംബൈയിലേക്ക്. നമ്മളങ്ങനെ രാജ്പൂർ എത്തി. ഇനി പോകുന്നത് മുംബൈയിലേക്ക്. അപ്പോൾ കാണാം. രാത്രി ഹോട്ടല് സ്വാമി ക്ലീനിങ് എന്ന് പറഞ്ഞ ടോൾഗേറ്റ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് വേറൊന്നും കാണുന്നില്ല ഗൈസ്. എന്തെല്ലോ അത് പേരുള്ള വേറൊന്നുമില്ല ടോൾഗേറ്റ് മുകളിൽ. അപ്പോൾ നമ്മളിവിടെ എത്തി. നമ്മൾ ഇവിടുന്ന് പോകാൻ നോക്കാള്. ഇനിയിപ്പോൾ രത്നഗിരി മുംബൈ. അപ്പോൾ കാണാം ഗൈസ്. നമ്മളാ കാണുന്ന പാലം കണ്ടോ ഗൈസ്, അതാണ് ഈ ഹൈവേയിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ പാലം. അതാന്നാ പറഞ്ഞത്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു പാലത്തിൻ്റെ മുകളിലാണ്. ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഹൈവേയിൽ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ പാലം ഇത്. അപ്പോൾ എനിക്ക് ആ പാലത്തിൻ്റെ ഹൈറ്റ് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. പക്ഷെ അങ്ങനെ എന്താ പറയുക, ഞാൻ ഹൈറ്റ് ഇങ്ങനെ കാണിച്ചു തരാം. ഇപ്പോൾ പാലത്തിൻ്റെ മുകളിൽ നമ്മളുള്ളത്. ഞാൻ കണ്ണൂരുകാരനാണ്. അപ്പോൾ കണ്ണൂർ ഇരിക്കൂർ ഒരു പാലമുണ്ട്. ഇരിക്കൂർ പാലം അത്യാവശ്യം, അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലമാണ്. അത് അത്യാവശ്യം നല്ല എന്താ പറയുക ഹൈറ്റ് ഉണ്ട്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലമാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ സെയിം തന്നെയാണ്. അല്ലെങ്കിൽ ഇതിൽ കുറച്ചും കൂടി വലുതാണ് അത് തോന്നുന്നത്. ഞാൻ കാണിച്ചു തരാം. ഈ പാലം ഇങ്ങനെ കാണിച്ചു തരാം. ഇതാണ് ഈ കാണുന്ന പാലത്തിൻ്റെ ഹൈറ്റ്. എന്നോടൊരു ചങ്ങായി പറഞ്ഞതാണ്. നമ്മുടെ സൈക്കിൾ ഇവിടെയുണ്ട്. എനിക്കിത് വലിയ പാലമായിട്ടൊന്നും തോന്നുന്നില്ല. നമ്മളങ്ങനെ കുറേ നേരം സൈക്കിൾ തള്ളിയിട്ടൊക്കെ ഇന്നൊന്നും കഴിയുന്നില്ല. ഫുള്ള് തളർന്ന് ഡൗണായിട്ടാണ്. നല്ല വെയിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ വന്നേരം അവിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. ഏറിനും കുറച്ച് വെള്ളം കിട്ടും നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അന്ന് കറക്റ്റ് ടൈമിന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വെള്ളം കൊണ്ട് തന്ന്, മാങ്ങയും കൊണ്ട് തന്ന്. അപ്പോൾ ഇവിടെ ഇല്ലേ അന്ന് भाई आपका नाम क्या है? दीपक चौहान. थैंक यू सो मच, बहुत धन्यवाद. ഇത് ഏതോ आपका बेटा? ആ അത് 2 മക്കളാണ്. ഇത് ഫ്രണ്ട്സും. അപ്പോൾ മൂപ്പര് വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് നിൽക്കാൻ ടൈമില്ല. നമ്മൾ
50 കിലോമീറ്ററിൽ പിടിക്കേണ്ടതാണ് നമ്മളിവിടുന്ന് പോക്കാന്ന്. അബി ഏട്ടൻ വെള്ളം കൊടുത്തു തന്നിട്ട് എന്താവും? ഇവിടെ കടയൊന്നുമില്ല, ഫുള്ള് അങ്ങനത്തെ ഏരിയ ആണ്. കാണിച്ചത് വേണ്ട, സൂര്യനൊന്ന് കാണിച്ചത് കേൾക്കാം. അതാ അവസ്ഥ. അമ്മായി നട്ടുകൊള്ളുന്ന വെയിലത്താ ഉണക്കാനിട്ട പോലെ തളർന്ന് പോകാൻ പോക്കാന്ന്. മഹാരാഷ്ട്രയിൽ നമുക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിയത്. ഇങ്ങനത്തെ സപ്പോർട്ടാണ് നമ്മളെ മുമ്പോട്ടേക്ക് പോയിപ്പിക്കുന്നത്. അപ്പോൾ താങ്ക് യു, ബഹുത് ധന്യവാദ് ഭയ്യ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ കാണാം, റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോക്കാണ്. ഗായ്സ് നമ്മളെ വഴി തെറ്റി ഗായ്സ്. നമ്മൾ പേരങ്ങി അടിച്ച് നമ്മളിപ്പോൾ ഉള്ളത് ഒരു 8 കിലോമീറ്റർ ഉള്ളോട്ട് വന്നു പോയി. നമ്മൾ NH പിടിച്ച് വന്നതാണ്. പക്ഷേ മുംബൈയിലേക്ക് ഓക്കെയാണ്. നമ്മളെ ലൊക്കേഷനിലേക്ക് പോകാൻ കുറച്ച് ടൈമുണ്ട്. പണി കിട്ടി. അപ്പം നമ്മളിവിടെ റെസ്റ്റ് എടുക്കുകയായിരുന്നു. പോക്കാം, ഇപ്പോൾ ഇവിടുന്ന് വിടും. വെയിലൊന്നും നോക്കുന്നില്ല, കാരണം വഴി തെറ്റുകൊണ്ട് പെട്ടെന്ന് അവിടെ എത്തേണ്ടതാണ്. നമ്മൾ ലാഞ്ച എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ നമ്മളെ ഇന്നലെ നമുക്ക് സ്റ്റേ സെറ്റാക്കി തന്ന രാജ്ബ്രോൻ്റെ ഫ്രണ്ട് വിക്രാന്ത്, മൂപ്പര് നമുക്കൊരു സ്റ്റേ സെറ്റാക്കി തന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനത്തെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. വേറൊരു ബ്രോയും കൂടി ഉണ്ട്, മൂപ്പരുടെ പേര് ഗൗരവ്. രണ്ടുപേരും കൂടി നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആധാർ കൊടുക്കാൻ പോവാണ് ഗൈസ് റൂമിൽ. എൻ്റെ വേണ്ടി വരും, എൻ്റെ ലൈസൻസ് കൊടുത്തു തന്നാൽ. താങ്ക് യു. ദാറ്റ്സ് നൈസ്. And support, I need tell in Hindi. भाई सबको सपोर्ट करो जितना हो सके उतना, दोनों को मिलके Thank you. शेयर करो. Marathi, you know? Yeah, tell Marathi also. दोन्ही भावंड आमची जातात फिरायला. Yes. Go to entry. Yeah. Sorry. മൂപ്പര നമുക്ക് സ്റ്റേ സെറ്റാക്കി തന്നെ. അപ്പോൾ ലഗേജ് ഉണ്ട് എൻ്റെ കൈമിൽ, റൂം സെറ്റാക്കി. നിൻ്റെ നമ്പർ കൊടുത്തു, മൊബൈൽ നമ്പർ. ഹായ് ഗൗരവ് ബ്രോ. അപ്പോൾ മൂപ്പര നമുക്ക് സ്റ്റേ സെറ്റാക്കി തന്നെ, മൂപ്പര അവരും കൂടിയിട്ട്. അപ്പം താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. നമ്മൾ മുകളിലേക്ക് പോകാൻ റൂമിലേക്ക്. നമ്മൾ ലംജ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ലംജ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെ ഇന്ന് സ്റ്റേ ആക്കി തന്ന മറ്റേ മൂപ്പര കൂടെ ഓരോ വീടായത്. ഏകദേശം 40 കൊല്ലം പഴക്കമുണ്ട് ഈ വീട്ടിന്. ഇവിടെയുള്ളവരെ മെയിൻ കൃഷി പണിയെന്ന് പറയുന്നത് തന്നെ കൃഷിയാണ്, അതായത് മാങ്ങേൻ്റെ. അങ്ങനെ നമ്മൾ ലംജയിലൊരു വീഡിയോ നമ്മളിപ്പോൾ ലംജ നിന്ന്. അപ്പോൾ ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. കുഞ്ഞു പിള്ളേരാന്ന് കൊട്ടുന്നു. ബ്രോൻ്റെ കൂടെ പോവാണ് നമ്മളെ റൂമിലേക്ക് തിരിച്ച്. ശരിക്കും നമ്മൾ വിചാരിച്ച് കൂടുന്നതോ അല്ലെങ്കിൽ നമ്മളോട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളതോ ആയിരിക്കില്ല നമുക്ക് കിട്ടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളും. എനിക്ക് ഒന്നും പറയാനില്ല, അടിപൊളി പറഞ്ഞാൽ അടിപൊളി.